ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡീപ്പ് ഫ്രൈ ആണ്. നല്ലൊരു സ്റ്റാർട്ടറാണ്, വളരെ ക്രിസ്പിയാണ്. ബീഫ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും. നോക്കിയാലോ. ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഏകദേശം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് പീസാക്കിയതിന് ശേഷം കുക്കറിൽ വേവിച്ചതിന് ശേഷം കട്ട് ചെയ്ത് സ്ട്രിപ്പാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തോട്ടൊക്കെ നന്നായിട്ട് മുളകും കുരുമുളക് പൊടിയുടെ ഒക്കെ ഫ്ലേവറെല്ലാം അകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ വിനാഗിരി, ഇല്ലെങ്കിൽ 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്താൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 7-8 വിസിൽ വേവാൻ ആവശ്യമായിട്ടുള്ള സമയമെടുത്ത് കുക്കർ അടച്ച് ഫ്ലെയിമിലേക്ക് വയ്ക്കാം. ബീഫ് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 3/4 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ സോയാ സോസ്, 1/2 സ്പൂൺ കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടരുത്, ചെറുതായിട്ട് നമ്മൾ ഓരോരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കിയിടാവൂ, ഇല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് ഇളകി തുടങ്ങും. ഇതിനി നമുക്കിങ്ങനെ വറുത്തെടുക്കാം. ബീഫ് നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും വറുത്തെടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് ഡീപ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.